ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ്മി അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല. അപ്പം നമ്മുടെ സത്യഭാമ ചേച്ചി ഉണ്ടല്ലോ, മേഡം സത്യഭാമ, അതെ, നമ്മുടെ കലാമണ്ഡലം സത്യഭാമ. ആരാന്ന് വെച്ചാൽ മറ്റേ കറുത്തവരെ ഇഷ്ടമില്ലാത്ത, വണ്ണമുള്ളവരെ ഇഷ്ടമില്ലാത്ത സത്യഭാമ, അത് തന്നെ, അവര് തന്നെ. അപ്പൊ അവരുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ട്. ഒന്ന് രണ്ട് പോസ്റ്റ് ഞാൻ കണ്ട്. അത് നമ്മുടെ സീക്രട്ട് ഏജന്റിനെ കുറിച്ചാണ്, സായിയെ കുറിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം ആ പോസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പൊ അത് നമുക്കൊന്ന് കാണാം. അതിന് മുമ്പായിട്ട് നമ്മളെ ആദ്യമായി കാണുന്നവർ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക, നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ നൽകി നമുക്ക് മാക്സിമം സപ്പോർട്ട് തരിക. അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ സായിയുടെ എല്ലാം ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. 100% അദ്ദേഹത്തോട് എല്ലാത്തിനോടും ഞാൻ യോജിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ സത്യഭാമ എന്ന് പറയുന്ന ആള് ഒരു കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. ആ അധ്യാപികയായ അവര് ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള എഴുത്താണ് അവരുടെ പോസ്റ്റുകളിൽ എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. അത് ഞാൻ ഇവിടെ വായിക്കാം. പിന്നെ വളരെ മോശമായ, അവരൊന്നും അല്ലെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകയല്ലേ, കലാമണ്ഡലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന, അത്രയും വലിയ ബാജിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവരൊരു അധ്യാപികയാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്നും മോശപ്പെട്ട ഒരു രീതിയിൽ, തരംതാഴ്ന്ന രീതിയിലുള്ള ഒരു എഴുത്തായിട്ടാണ് എനിക്കിത് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാമെന്ന് തന്നെ കരുതിയത്. അപ്പൊ നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് ബാക്കി കാണാം. ഈ പൂ ഡാഷ് 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 മോനോട് അന്നേ പറഞ്ഞതാണ്, നിന്റെ ഭാര്യ മാത്രം കച്ചവടം ചെയ്ത് ജീവിക്കൂ, അല്ലാതെ കണ്ടവന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ചെറ്റ പൊക്കാൻ വരല്ലേടാ ഡാഷ് എന്ന്. ഒരു മനുഷ്യൻ അയാളുടെ കയ്യിലെ പൈസ എടുത്ത് പല ആളുകളെയും സഹായം ചെയ്തു, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ. ഈ ഡാഷ് മോന് ഒരു മിഠായി എങ്കിലും ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവന്റെ ഭാര്യയുടെ അടിവസ്ത്രം വരെ ഇതുപോലെ നാട്ടുകാരെ ഡാഷ് ഇല്ലാത്തത് പറഞ്ഞ് വാങ്ങി ഇടുന്നതാണ്. പെണ്ണും കെട്ട നായെ, പണിയെടുത്ത് ജീവിക്കടാ ഡാഷ് മോനെ, അതല്ലെങ്കിൽ ഏതെങ്കിലും പാലത്തിനടിയിൽ നിന്റെ തള്ളയെയും വിളിച്ചു പോയി നിന്ന് അധ്വാനിച്ച് ജീവിക്ക്, അതിന് കുറച്ചുകൂടി അന്തസ്സ് കാണും. ഞാൻ ഇത്രയും കടുത്ത ഭാഷയിൽ നിന്നോട് സംസാരിക്കണമെങ്കിൽ അതിന് കാരണം ഉണ്ടാകുമല്ലോ. ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നും പറഞ്ഞിട്ടേപ്പോണ്ട്. ഇപ്പം ഈ സത്യഭാമ CN എന്നും പറഞ്ഞുള്ള ഒരു അക്കൗണ്ടിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയപ്പോൾ അവരുടെ വീഡിയോസും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അവർ തന്നെ അക്കൗണ്ട് ആയിരിക്കാം അത്. അപ്പോൾ എന്തായിരുന്നാലും സായി ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഇവരൊരു കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവരെ സംബന്ധിച്ച് ഈ ഒരു രീതിയിലെ എഴുത്ത്, അവരൊരു സ്ത്രീയാണ്, മറ്റ് സ്ത്രീയെ അധിക്ഷേപിച്ചുകൊണ്ട്, സായിയെ നിങ്ങൾ പറയുമോ അല്ലെങ്കിൽ കുഴപ്പമില്ല, സായിയുടെ വീട്ടുകാരെയും സായിയുടെ ഭാര്യയൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ തരംതാർന്ന പോസ്റ്റുകൾ ഇടുന്നത് എൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് യോജിച്ചൊരു കാര്യമല്ല. സായി ചെയ്തതിനോട് ഞാൻ അങ്ങ് ശരിയാണ് എന്നല്ല പറയുന്നത്. സായിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തെ നിങ്ങൾക്ക് വിമർശിക്കാം, കുഴപ്പമില്ല, അത് സഭ്യമായ രീതിയിൽ ചെയ്യാം. കാര്യം നിങ്ങളുടെ ഒരു പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. കലാമണ്ഡല സത്യഭാമ എന്നൊക്കെ പേര് വെച്ചിട്ട് നിങ്ങൾ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്ന രീതിയിലേക്കും തരം താഴ്ന്ന് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരെണ്ണോടുണ്ട്, ഒന്ന് കാണാം. ഈ കാറിന്റെ ഡോർ തുറക്കുന്നത്, കയറിയിരിക്കുന്നു, ക്യാമറ ഓണാക്കി, ഇന്ന് ആരെയും തരവഴിത്തരം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അവരുടെ കുറ്റങ്ങൾ പറയുന്നു, പോസ്റ്റ് ചെയ്യുന്നു. സൂക്കറണ്ണൻ പൈസ കൊടുക്കുന്നു, അരി വാങ്ങിക്കുന്നു, കഴിക്കുന്നു, ഒരു ഉളുപ്പുമില്ലാതെ കഴിക്കുന്ന ഓരോ അരിമണിയിലും കേട്ട തെറിയുടെ കലർപ്പുള്ള ഒരു ഡാഷ് മോൻ. മനുഷ്യരെ വിസർജ്യം തിന്ന് ജീവിക്കടാ, തെരുവ് പട്ടിക്ക് എന്ത് മാനം അല്ലേ? അതെന്താണ് തെരുവ് പട്ടിക്ക് എന്താണ് മാനമില്ലേ? നിങ്ങൾ ഇപ്പം മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും അധിക്ഷേപിക്കാൻ തുടങ്ങിയോ? നിങ്ങൾ ഈ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ മനുഷ്യരെ പട്ടിയായിട്ടും അല്ലെങ്കിൽ പൂച്ചയായിട്ടും ഇതൊക്കെയായിട്ട് ഉപമിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? എൻ്റെ ഒരു കാഴ്ചപ്പാടി പറയാണ്, ഇത്രയും തരം താഴില്ല നിങ്ങൾ. സായി ചെയ്യുന്നത് ശരിയാണ് എന്നൊന്നും അഭിപ്രായം എനിക്കില്ല. പല കാര്യങ്ങളിലോടും അയാളോട് എനിക്ക് വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ എതിർപ്പുണ്ട്. പിന്നെ അദ്ദേഹം സഹായിക്കുന്നില്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ എങ്ങനെ സാധിക്കും? കാര്യം എല്ലാവരും ഒരു സഹായം ചെയ്യുന്നത് പബ്ലിസിറ്റി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കില്ല. ചിലപ്പോൾ പബ്ലിക് ആക്കണം എന്ന് ഉദ്ദേശവും കാണില്ല. അവരാൽ കഴിയുന്ന തരത്തിലുള്ള സഹായം ചെയ്യും ചിലർ. 1000 രൂപ കയ്യിലുള്ളവൻ അതിൽ നിന്നും ഒരു 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഒരാളെ സഹായിച്ചാൽ അത് അവനെ സംബന്ധിച്ച് അത് വലിയൊരു ചാരിറ്റിയാണ്. 10,000 രൂപ കയ്യിലുള്ളവന് 500 1000 കൊടുത്ത് ഒരാളെ സഹായിച്ച അവനെ സംബന്ധിച്ച് അതൊരു വലിയ ചാരിറ്റിയാണ്. അതുപോലെ 1 കോടിയോ 10 കോടിയോ 100 കോടിയോ ഉള്ളവൻ അതിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് ചെയ്താൽ അവനെ സംബന്ധിച്ച് അതും വലിയൊരു ചാരിറ്റിയാണ്. അപ്പം ആൾക്കാരുടെ നിലനിൽപ്പും ആൾക്കാരുടെ ജീവിതവും നോക്കിയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ സഹായിക്കുന്നുണ്ടായിരിക്കാം, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അത് കാണിക്കാത്തത് കൊണ്ട് അവരാരും മോശക്കാരാകുന്നില്ല, അതല്ലെങ്കിൽ അവരാരും കുറ്റക്കാരും ആകുന്നില്ല. കാണിക്കുന്നത് കൊണ്ട് ആരും വലിയ ആളും ആകുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കാണിക്കാൻ താല്പര്യമുള്ളവർ കാണിക്കട്ടെ, അതിനകത്ത് നമ്മൾ കുറ്റം പറയുന്നില്ല. അത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇൻസ്പയർ ആയി അവരുടെ പുറകിൽ വരുമായിരിക്കാം, അതിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്.
ഉദ്ദേശം നല്ലതാണെങ്കിൽ അതെങ്ങനെ ചെയ്താലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്തായിരുന്നാലും ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരിക്കലും യോജിച്ച രീതിയിലുള്ള എഴുത്തല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയകളിൽ എഴുതുന്നത്. ഇപ്പോഴേ ഈ സായി ചെയ്തതും നിങ്ങൾ ചെയ്തതും തമ്മിൽ എന്താണ് വ്യത്യാസം? അദ്ദേഹം ചീത്തയൊന്നും വിളിക്കാതെ സഭ്യമായ രീതിയിൽ ഒരാളെ എതിർക്കുന്നെങ്കിൽ നിങ്ങൾ അസഭ്യം പറഞ്ഞുകൊണ്ട് എതിർക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ തട്ടനാണ് മേളിൽ നിൽക്കുന്നത്. കാര്യം നിങ്ങളെപ്പോലെ ഒരു അധ്യാപികയായ ഒരാൾക്ക് യോജിച്ചതല്ല ഈ ഒരു നടപടി എന്നുള്ളത്. ഇത്തരത്തിലുള്ള എഴുത്തുകൾ നിങ്ങൾ നിർത്തണം എന്നുള്ളതാണ്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയും അമ്മയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തെ അസഭ്യമായ രീതിയിൽ നിങ്ങളും ഒരു സ്ത്രീയാണ്, ഇനിയെങ്കിലും മോശക്കാരി ആകരുത് സ്വയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. നമ്മുടെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയുന്നു. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക്